ഗായ്സ്, മദർഹുഡ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കരുതുന്നുണ്ടാവില്ല ഇതെന്താ ചേച്ചി ഇങ്ങനെ ഗൂഗിളിൻ്റെ പേജൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് വേറൊന്നും കൊണ്ടല്ല. അതായത് ഇന്ന് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്, ഒന്ന് കാണിച്ചു തരാമോ, അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ കുറേ കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം എന്ന് ഞാനിന്ന് കരുതി. അപ്പം നമുക്ക് അതിനകത്ത് ആകെ വേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ജിമെയിൽ ഐ ഡിയും വേണം, ഒരു ജിമെയിൽ അക്കൗണ്ട് ഇമെയിൽ ഐ ഡിയും വേണം, അതിൻ്റെ ഒരു പാസ്വേഡും വേണം. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമസോൺ സൈറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം ഞാൻ ആമസോണിൽ നിന്നാണ് കൂടുതലായിട്ടും വാങ്ങുന്നത്. റീസണബിൾ പ്രൈസും പിന്നെ റിമോട്ട് ഏരിയയിലൊട്ടൊക്കെ ഡെലിവറി ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആമസോണിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആമസോൺ കാണിച്ചു തരുന്നത്. കുറച്ച് നല്ല പ്രൈസ് കുറവ് ആമസോൺ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ ഞാൻ ലാപ്ടോപ്പിലാണ് കാണിച്ചു തരുന്നത്. സെയിം പ്രൊസീജിയറാണ് മൊബൈലിൽ കാണുമ്പോൾ തന്നെ. ഓക്കെ, നമ്മൾ ആമസോൺ എന്നുള്ളത് ആമസോൺ സൈറ്റ് ഓപ്പൺ ആക്കുക. ആമസോൺ ഇന്ത്യ എടുത്തു. ഞാനിവിടെ ആമസോൺ ഇന്ത്യ എന്ന് കൊടുക്കുന്നത്, ഞാനിപ്പോൾ അബുദാബിയിലായതുകൊണ്ട് ആമസോൺ UAE എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് കൊടുത്തത്. ഇത് ആമസോൺ കണ്ടോ, ലിങ്ക് കണ്ടോ. ഓക്കെ, ഞാനത് ഓപ്പൺ ആക്കി. ഓൺലൈൻ സ്റ്റോർ എന്നുള്ള ഓപ്പൺ ആക്കി. ഇത് ഓപ്പണായി വരുമ്പോൾ ഇതാണ് ആമസോണിൻ്റെ മെയിനായിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത്. ഈ സൈറ്റ് കയറിയിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അതായത് ഇത് കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, സൈൻ ഇൻ യുവർ ബെസ്റ്റ് എക്സ്പീരിയൻസും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള നമ്മൾ സൈൻ ഇൻ കൊടുക്കുക. അവിടെ നമ്മൾ സൈൻ ഇൻ കൊടുത്തു. അപ്പം അതായത് നമുക്ക് എനിക്ക് ഓൾറെഡി ആമസോൺ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ മെയിൽ ഐ ഡി അവിടെ ഓൾറെഡി കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ഇത് കണ്ടല്ലോ, ആമസോണിൻ്റെ പുതിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ആമസോൺ അക്കൗണ്ട്. അപ്പം അവിടെ നമ്മുടെ പേര് കൊടുക്കുക. ഇപ്പം ഞാൻ ജോസ്മി എന്ന് കൊടുക്കുകയാണ്. ജോസ്മി എന്ന് കൊടുത്തു. ഇമെയിൽ ഐ ഡി ഞാൻ സെയിം തന്നെ കൊടുക്കുകയാണ്. ഓപ്ഷനിൽ ആവശ്യമില്ല. പാസ്വേഡ് ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, അവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി തൊട്ട് താഴെ കൊടുക്കുക. ഇത് കണ്ടല്ലോ, കാണിച്ചു തരാം. ഞാനവിടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ ഞാൻ അവിടെ കൊണ്ട് ഇമെയിൽ ഐ ഡി കൊടുത്തു പോയി. അതാണ് നേരത്തെ ഒരു എറർ കണ്ടത്. അപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അടുത്ത് കാണുന്നിടത്ത് ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് സെറ്റാക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഞാൻ ഓൾറെഡി ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ആമസോൺ അക്കൗണ്ട് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ കണ്ടിന്യൂ കൊടുത്തത്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടെ അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ആമസോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുമ്പം അവിടെ നമ്മുടെ പേര് കൊടുക്കുക, പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് നിങ്ങൾ വരിക. ഓക്കെ, ഞാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ മെയിൻ പേജിലെത്തി കഴിയുമ്പം എങ്ങനെയാണ് പർച്ചേസ് ചെയ്തത്, ഫുൾ പർച്ചേസ് ചെയ്ത് കാണിക്കുന്നില്ല. ഇപ്പം നമുക്ക് വേണ്ടുന്നത് ഓക്കെ, സെബാമേഡ് ബേബി സോപ്പാന്നിരിക്കട്ടെ. നമ്മളവിടെ സെർച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ താഴോട്ട് കണ്ടോ, സെബാമേഡിൻ്റെ സോപ്സിൻ്റെ ഒക്കെ ലിങ്ക് വന്നിട്ടുണ്ട്. സെബാമേഡ് ക്ലെൻസിങ് സോപ്പ് ഉണ്ട്, ഷാംപൂ വാഷ് ഉണ്ട്, സെബാമെഡ് ബേബി ക്ലെൻസിങ് ബാർ തന്നെയാണ്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഈ സെബാമെഡ് ആണ് വേണ്ട. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാർ മാർക്ക് കണ്ടല്ലോ, ഈ ഒരു സ്റ്റാർ മാർക്ക് നോക്കിയിട്ടേ നമ്മൾ എന്താണേലും വാങ്ങാവുള്ളൂ. കാരണം അതിനകത്ത് റിവ്യൂ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വാങ്ങരുത്. കാരണം ഈ പ്രൊഡക്റ്റ് ഓൾറെഡി വാങ്ങിയവർ അതിൻ്റെ റിവ്യൂ അതിനകത്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വാങ്ങാൻ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 5 സ്റ്റാറിൻ്റെ ഹാഫ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ആക്കി കഴിയുമ്പം ഇത് കണ്ടോ, ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെ പറയുന്നുണ്ട്. 4 സോപ്പാണ് ഉള്ളത്. അതിൻ്റെ റേറ്റ് അവിടെ പറയുന്നുണ്ട്. 924 എന്ന് റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അവർ തൊട്ട് താഴെ ചോദിക്കുന്നുണ്ട് പേ ഓൺ ഡെലിവറി, അതായത് ക്യാഷ് ഓൺ ഡെലിവറി ആണോ ചോദിക്കുന്നുണ്ട്. ഇൻ സ്റ്റോക്ക് എന്ന് ഇപ്പോൾ സംഭവം സ്റ്റോക്കാണ്. ഇനിയിപ്പോൾ അവിടെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് തന്നെ കാണിക്കും. അപ്പം ഡെലിവറി ടു ദ പിൻകോഡ്, അതായത് നമ്മുടെ പിൻകോഡ് ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി പിൻകോഡ് എൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുത്തത് കൊണ്ടാണ് അവിടെ മാനന്തവാടി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്, ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ നേരത്ത് അവർ അതിൻ്റെ അഡ്രസ്സ് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് അഡ്രസ്സ് അവിടെ അടിച്ചു കൊടുത്തേച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഏറ്റവും താഴെ എത്തിക്കഴിയുമ്പോൾ കാണിച്ചു തരാം. യെസ്, ഇതിൻ്റെ താഴെ കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ,
ഈ കാണുന്നതിനടുത്ത് ആൾക്കാർ ഈ സോപ്പിനെ കുറിച്ചുള്ള റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വാങ്ങിയിരിക്കുന്നവർ അതിനെക്കുറിച്ച് റിവ്യൂ കൊടുക്കും. അത് വായിച്ച് നോക്കിയിട്ട് നമ്മൾ വാങ്ങുള്ളൂ. പക്ഷേ എല്ലാവരും ഏത് പ്രൊഡക്റ്റ് ഇപ്പം നമുക്ക് നല്ലതാന്ന് തോന്നിയെങ്കിലും എല്ലാവരും നമ്മൾ റിവ്യൂ കൂടുതൽ ആൾക്കാർ എന്താണ് കൊടുത്തിരിക്കുന്നത്, പ്രയോറിറ്റി എന്തിനാണ്, നല്ലതായിട്ടാണോ ചീത്തയായിട്ടാണോ എന്ന് ശ്രദ്ധിക്കാവുള്ളൂ. കാരണം ചിലർ ഇത് ആ ഒരു പ്രൊഡക്റ്റിനെ വളരെ മോശമായി തന്നെ പറയാൻ വേണ്ടി ചില ആൾക്കാർ വന്നിട്ടുണ്ടാകും. പക്ഷെ നമ്മളതിൻ്റെ പ്രയോറിറ്റി മാത്രം നോക്കുക. ഇത് കണ്ടോ, സെബാമാഡ് സോപ്പ് മേക്ക് ദ ബേബീസ് സ്കിൻ സോഫ്റ്റ്, it's a not a soap and yes sure highly recommended at least till the first year. അവർ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. അതായത് കണ്ണീര് വരില്ല, കണ്ണിൽ എരിയില്ല, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് സാധനവും വാങ്ങാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സാധനം നമുക്ക് വാങ്ങണം. ഓക്കെ, ഇതിനകത്ത് ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, നമുക്ക് പിന്നീടത്തേട്ടോടാണ് ഇത് വാങ്ങേണ്ടതെങ്കിൽ ഇപ്പം വേണ്ട, നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്ത് ഇടുന്നതേ ഉള്ളെങ്കിൽ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞു കണ്ടോ, ഈ ആഡ് ടു കാർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ ഇത് ടച്ച് സ്ക്രീനാണ്. അപ്പോൾ അത് ആഡ് ടു കാർട്ടിലോട്ട് പോയി അടുത്ത നമുക്ക് ഒന്നും കൂടെ നോക്കാം. യെസ്, ഞാനിത് എടുത്തു, ഇത് ഒന്നും കൂടെ എടുത്തു. അപ്പോൾ ആഡ് ടു കാർട്ടിലോട്ടാണെങ്കിൽ ആഡ് ടു കാർട്ടിലോട്ട് വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബൈ നൗ ആണെങ്കിൽ ഇത് കണ്ടോ, ബൈ നൗ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പേജ് വരും. അപ്പോൾ ഞാൻ ഇവിടെയാണ് അവർ നമ്മുടെ അഡ്രസ്സ് ചോദിക്കുക. ഇതിനകത്ത് കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ 2 അഡ്രസ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ സ്വന്തം വീട്ടിലെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇച്ചാൻ്റെ വീട്ടിലെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് അവർ ചോദിക്കും. ഇപ്പം നമ്മൾ അഡ്രസ്സ് കൊടുത്താൽ ഇപ്പോൾ 2-3 അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് അഡ്രസ്സിലാണ് കൊടുക്കേണ്ടതെന്ന് അവർ ചോദിക്കും. അല്ല, നമുക്കിനി ഈ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ നമ്മളോട് അഡ്രസ്സ് ആദ്യം ചോദിക്കുക ചെയ്യുന്നത്. നമ്മൾ അഡ്രസ്സ് ഫുള്ള് ഏത് അഡ്രസ്സിലോട്ടാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഫില്ല് ചെയ്യാനാണ് അവർ പറയുക. അപ്പോൾ നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓക്കെ, ഞാനിപ്പം വെറുതെ ഈ ഒരു അഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു, നിങ്ങൾക്കൊന്ന് കാണിക്കാനാണ് എൻ്റെ പ്രൊസീജിയർ. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കാണിക്കേണ്ടത്. അതായത് നമ്മുടെ വിസ കാർഡാണോ, ഓൺലൈനായിട്ടാണ്, ഇനി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് വാങ്ങാം കേട്ടോ. അത് വീട്ടിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ സാധനം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുക, നേരിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. കൊണ്ടുവരുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ കയ്യിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുക. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിൽ CVV എന്നുള്ള നമ്പറും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂ വരും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പേ ചെയ്യാണ് വേണ്ടത്. ഇപ്പം ഞാനത് ഡെബിറ്റ് കാർഡാണോ നെറ്റ് ബാങ്കിങ് ആണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതനുസരിച്ച് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പേ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡിഡക്റ്റ് ആയിക്കോളും. ഇതാണ് സെയിം എന്താ പറയുക, എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ നമുക്ക് ഈ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അത് വാങ്ങാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ കാണിച്ച് തരുന്നില്ല. മീൻസ് ഞാനിപ്പോൾ വേണ്ടല്ലോ, അപ്പോൾ ഞാൻ പർച്ചേസ് വരെ ചെയ്യുന്നതോടും വരെ ഞാൻ കാണിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഡെലിവറി അഡ്രസ്സും കൊടുക്കുക, ഡെലിവറി അഡ്രസ്സും കൊടുത്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോണിലോട്ടൊരു OTP നമ്പർ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. OTP നമ്പർ വരുമല്ലോ കാര്യം എനിക്ക് ഉറപ്പില്ല, മറന്നുപോയി. ഇനി OTP നമ്പർ വന്നാൽ ഫോണിലോട്ട് വരുന്ന OTP നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കാം. അതായത് ഇവിടെ പിൻ നമുക്ക് ചെക്ക് ചെയ്യാം. അത് ഈ നമ്പറിലോട്ട് നമ്മുടെ ഡെലിവറി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഞാനിവിടെ ഓൾറെഡി അടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അവരത് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഇപ്പോൾ പിൻ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ സെയിം അവരോട് ചോദിക്കും ഈ പിൻ നമ്പറിലോട്ട് നമുക്ക് വേണം ചെക്ക് ചെയ്യാം. അതായത് ഈ പിൻ നമ്പറിൽ നമുക്ക് അയച്ച സാധനം എത്തുമോ എന്നുള്ളത് നമുക്ക് അയച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ലോഗൗട്ട് ചെയ്ത് ഇറങ്ങിക്കോളാം. സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കാർട്ടിലോട്ടും അടിച്ചിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇത്രയാണ് നമ്മുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ ഒന്നുമില്ല, വെറും എളുപ്പമാണ്, വെറും നിസ്സാരന്നേ പറയാനുള്ളൂ. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ വാങ്ങിക്കും. ആമസോണിൽ പ്രൈം ഒരു ഓഫറുണ്ട്. അതെന്താ വെച്ചാൽ ഫാസ്റ്റ് ഡെലിവറിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അവരൊരു 10-15 ദിവസത്തിനുള്ളിൽ എന്തായാലും സംഭവം നമ്മുടെ കയ്യിലെത്തും. പിന്നെ നമുക്കിത് റിട്ടേൺ ചെയ്യാം. നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാം. അത് റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഇൻവോയ്സ് ഉണ്ടാവും. നമുക്ക് തരുന്ന പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഇൻവോയ്സ് ഉണ്ടാവും. ആ ഇൻവോയ്സ് കീറിക്കളയരുത്. ആ ഇൻവോയ്സ് കയ്യിൽ തന്നെ വെക്കുക. ആ ഇൻവോയ്സ് വെച്ചിട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യുക. അപ്പോൾ റിട്ടേൺ എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. അത് 7 ദിവസങ്ങളിൽ റിട്ടേൺ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.